ഒരു കാരണവശാലും നീ ഇത് ഓപ്പൺ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുന്ദരിയായ ഈ യുവതി ജെയിം എന്ന നമ്മുടെ കഥാനായകന് ഒരു ബർഗർ ബോക്സ് കൊടുക്കുകയാണ്. വീട്ടിലെത്തിയ ജെയിമിന് ഭയങ്കര ക്യൂരിയോസിറ്റി. അതായത് ഒരു ബർഗർ ബോക്സിൽ എന്താണ് ഇത്ര പ്രത്യേകിച്ച് ഉണ്ടാവാനുള്ളത്? ബർഗറും ഫ്രഞ്ച് ഫ്രൈസും അല്ലാതെ എന്ത്? അങ്ങനെ ജെയിം ആ ബോക്സ് ഓപ്പൺ ചെയ്യുകയാണ്. പിന്നീട് അവിടെ നടന്നത് ഷോക്കിംഗ് ആയിട്ടുള്ള സംഭവമാണ്. അത് അവന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. കഥയുടെ തുടക്കത്തിൽ തന്നെ വിദേശത്ത് നിന്ന് തന്റെ ഡിഗ്രി പൂർത്തീകരിച്ച് ഗ്രാജുവേറ്റഡ് ആയ 22 വയസ്സ് പ്രായമുള്ള നമ്മുടെ കഥാനായകൻ തിരിച്ചു നാട്ടിലെത്തുകയാണ്. ജെയിം എന്നാണ് ഹീറോന്റെ പേര്. എയർപോർട്ടിൽ തന്നെ സ്വീകരിക്കാനായിട്ട് കുടുംബം എത്തിയിട്ടുണ്ട്. മുത്തശ്ശി, അച്ഛൻ, അമ്മ, മിലാഗ്രോ എന്നു പേരുള്ള സഹോദരി, പിന്നെ റൂഡി എന്നു പേരുള്ള അങ്കിൾ. ഇവരാണ് ജെയിമിന്റെ കൊച്ചു കുടുംബം. സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന കുടുംബമാണ്. ഡിഗ്രി പൂർത്തീകരിച്ചതിന് ശേഷം നല്ലൊരു ജോലി നേടി തന്റെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് ജെയിമിന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ ലക്ഷ്യം. എന്തായാലും എയർപോർട്ടിൽ നിന്ന് അവര് നേരെ ചെന്നത് ജെയിമിന്റെ ഫേവറേറ്റ് റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാനായിട്ടാണ്. നാട്ടിലെ ഭക്ഷണം ജെയിം ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ സമയത്ത് കുടുംബത്തിന്റെ അവസ്ഥ സഹോദരി ജെയിമിനോട് പറയുകയാണ്. അതായത് വൈകാതെ ഞങ്ങളുടെ വീട് നഷ്ടമാകും, ലോൺ തിരിച്ചടക്കാത്തത് കാരണം. അതേപോലെ അച്ഛൻ ഒരു ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ് ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് ജെയിം ഷോക്കായി. അച്ഛാ, എന്നിട്ട് എന്താണ് ഇതൊന്നും എന്നോട് പറയാത്തത്? എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ നാട്ടിൽ വരുമായിരുന്നല്ലോ. മോനെ, ഇവളത് ചുമ്മാ പറയുന്നതാ. ഹാർട്ട് അറ്റാക്ക് ഒന്നുമല്ല, ചെറിയ ഒരു നെഞ്ചുവേദന. എനിക്കൊരു പ്രശ്നവുമില്ല എന്നൊക്കെ അച്ഛൻ മകനെ സമാധാനിപ്പിക്കാനായി പറയുകയാണ്. എന്തായാലും നാട്ടിലെത്തിയപ്പോഴാണ് ഹീറോ തന്നെ കുടുംബത്തിന്റെ സാമ്പത്തിക അവസ്ഥ കൂടുതൽ മോശമായിട്ടുണ്ട് എന്ന് അറിയുന്നത്. അന്ന് രാത്രി സഹോദരിയോടൊപ്പം അവരുടെ വീട്ടിലെ ടെറസിൽ ഇരുന്നു കൊണ്ട് ഭാവി പ്ലാൻസ് ഒക്കെ പറയുകയാണ്. സോ അവരുടെ വീട് പാവപ്പെട്ടവരൊക്കെ താമസിക്കുന്ന ഒരു ചെറിയ ഏരിയയിലാണ്. തൊട്ടു മുന്നിലായിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത് വലിയ ഒരു നഗരത്തിൻ്റെതാണ്. ആ നഗരത്തിലാണ് നാട്ടിലെ പണക്കാരൊക്കെ താമസിക്കുന്നത്. അവിടെ വലിയ വലിയ ആഡംബര ബിൽഡിങ്സും കൊട്ടാരങ്ങളൊക്കെ കാണാം. നീ നോക്കിക്കോ, ഇനിയുള്ള 5 വർഷം ഞാൻ കഷ്ടപ്പെട്ടു പണിയെടുക്കും. അങ്ങനെ നമ്മുടെ കുടുംബം ദാ അവിടെയായിരിക്കും താമസിക്കുക എന്നൊക്കെ ജെയിം സഹോദരിയോട് പറയുകയാണ്. അടുത്ത സീനിൽ ആ നഗരത്തിലെ വലിയ ഒരു ആഡംബര വീട്ടിൽ നമ്മുടെ ഹീറോ നിൽക്കുന്നതായി കാണാം. ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ആള് ഈ വീടും സ്ഥലമൊക്കെ വിലക്ക് വാങ്ങിയെന്ന്. എന്നാൽ ലുക്ക് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഹീറോയും സഹോദരിയും ഒരു ക്ലീനിങ് സർവീസ് കമ്പനിയിൽ ജോലിക്ക് കയറി. അങ്ങനെ അവർ ആ വീട്ടില് ക്ലീനിങ് ജോലി ചെയ്യാനായിട്ട് വന്നതാണ്. സഹോദരിയുടെ ദേഷ്യത്തിൽ ജെയിം പറയാണ്, എനിക്ക് ഡിഗ്രി ഉണ്ട്, എന്നിട്ടും എനിക്ക് ഈ ജോലി കിട്ടിയിട്ടുള്ളൂ. ഇതിനാണ് ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. ഈ സമയത്ത് ആ വീടിന്റെ ഉടമയെ അവരെ ദൂരെ നിന്ന് കാണുകയാണ്. അപ്പോൾ കോഡ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയുടെ സിഇഒ ആണ് വിക്ടോറിയ കോഡ് എന്ന ഈ സ്ത്രീ. പുള്ളിക്കാരി ഒരു ബില്യനെയർ ആണ്. പുള്ളിക്കാരുടെ കൂടെയുള്ള ഇദ്ദേഹമാണ് ഇഗ്നാസിയോ. ആളൊരു സാധാരണക്കാരനല്ല, അത് നിങ്ങൾക്ക് വൈകാതെ മനസ്സിലായിക്കോളും. അപ്പോൾ ഇവിടെ വിക്ടോറിയനെ കാണാനായി നമ്മുടെ കഥാനായികയായ ജെന്നി കോഡ് എത്തുകയാണ്. ജെന്നിയുടെ അച്ഛന്റെ സഹോദരിയാണ് വിക്ടോറിയ. അതായത് ജെന്നിയുടെ ആന്റിയാണ് വിക്ടോറിയ. സോ ഇവര് സംസാരിക്കുന്ന സമയത്ത് മിലാഗ്രോ ജെയിമിനെ കൂട്ടി ആ വീട്ടിന്റെ അകത്തേക്ക് വരികയാണ്. പുള്ളിക്കാരിക്ക് ടോയ്ലറ്റിൽ പോകണം. എന്നാൽ ഇവിടെ വീട്ടിന്റെ അകത്തുള്ള ടോയ്ലറ്റ് അവർക്ക് യൂസ് ചെയ്യാൻ പെർമിഷൻ ഇല്ല. എന്നാൽ മിലാഗ്രോ സഹോദരനോട് പുറത്തു നിൽക്കാനായി പറയുകയാണ്, ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ പറയാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ ഇവിടെ വിക്ടോറിയ കമ്പനിയിൽ ചെയ്തു കൂട്ടുന്ന പല കാര്യങ്ങള് ജെന്നി ചോദ്യം ചെയ്യുകയാണ്. തന്റെ അച്ഛന്റെ മരണത്തിന് ശേഷമാണ് കോഡ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയുടെ അവകാശം വിക്ടോറിയക്ക് പോയത്. എന്നാൽ പുള്ളിക്കാരി ആ കമ്പനി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള മാറ്റങ്ങളല്ല കൊണ്ടുവന്നത്, മറിച്ച് ഡിസ്ട്രക്ഷൻ ആണ്. അതായത് മനുഷ്യരെ വെപ്പൺസ് ആക്കി മാറ്റുന്ന ഒരു ഡേഞ്ചറസ് വെപ്പൺ ബിസിനസ് ആണ് പുള്ളിക്കാരി ചെയ്യാനായി പോകുന്നത്. അതിന്റെ പരീക്ഷണങ്ങളൊക്കെ പാഗോ എന്ന ഐലൻഡിൽ വെച്ചാണ് നടക്കുന്നത്. അവിടെ എന്താണ് നടക്കുന്നത് എന്നൊക്കെ ജെന്നി ചോദിച്ചപ്പോൾ, മോളെ അത് സീക്രട്ട് ആണ്, മോൾ ഈ കാര്യത്തിൽ ഇടപെടേണ്ട എന്നൊക്കെ വിക്ടോറിയ പറഞ്ഞു. അപ്പോൾ ദേഷ്യത്തിൽ, ഇല്ല, ഞാൻ ഇതിൽ ഇടപെടും. കാരണം നിങ്ങൾ ഈ ചെയ്യുന്ന ക്രൂരതകളൊക്കെ ഞാൻ അറിഞ്ഞിട്ടും ഞാൻ ഒരിക്കലും അതിന് കൂട്ടു നിൽക്കത്തില്ല. അങ്ങനെ അവരെ ഒച്ചത്തിൽ തർക്കിക്കുകയാണ്. വിക്ടോറിയ ജെന്നിയെ ഉപദ്രവിക്കാനായി പോകുന്നുമുണ്ട്. അപ്പോഴാണ് അവിടെ ടോയ്ലറ്റിന് പുറത്ത് കാവൽ നിൽക്കുന്ന ഹീറോ അത് കണ്ട് പെട്ടെന്ന് അവിടത്തേക്ക് ചെന്നത്. മാഡം, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ വിക്ടോറിയന്റെ കൂടെയുള്ള ഇഗ്നാസിയോ ദേഷ്യത്തിൽ വരുന്നതായി കാണാം. എന്നാൽ വിക്ടോറിയ അദ്ദേഹത്തോട് വേണ്ട എന്ന് പറഞ്ഞു. ഈ സമയത്ത് ടോയ്ലറ്റിൽ നിന്ന് മിലാഗ്രോ പുറത്തു വരികയാണ്. എന്തായാലും പുള്ളിക്കാരി അവരെ ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ അവരെ രണ്ടുപേരും ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഇനി മേലാൽ നിങ്ങളെ രണ്ടുപേരും ഇവിടെ കണ്ടുപോകരുത്. എന്തായാലും ജോലി പോയി അണ്ടിപോയ അണ്ണാനെ പോലെ അവര് രണ്ടുപേരും ഇരിക്കുമ്പോൾ അവിടെ ജെന്നി അവരുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ജെയിമിനോട് സോറി പറയുകയും, ഞാൻ കാരണം ജോലി പോയതിൽ എനിക്ക് വിഷമമുണ്ട്, എന്നാൽ സാരമില്ല, നാളെ രാവിലെ കോഡ് ഇൻഡസ്ട്രീസിൽ എന്നെ കാണാനായി വന്നാൽ മതി, ഞാൻ നിനക്ക് തീർച്ചയായിട്ടും ജോലി ആക്കി തരാമെന്നും ജെന്നി പറയുകയാണ്.
പുള്ളിക്കാരി തന്നെ ഫോൺ നമ്പറും ജെയിമിന് കൊടുത്തു. ജെന്നി പോയതിനു ശേഷം സഹോദരി ജെയിമിനെ കളിയാക്കുകയാണ്. എന്താടാ നിനക്ക് അവളെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. എന്തായാലും അന്ന് രാത്രി ജെയിം വീട്ടിൽ നിന്ന് ജെന്നിയുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലൊക്കെ സ്റ്റോക്ക് ചെയ്യുകയാണ്. സോ അടുത്ത ദിവസം ജെയിം ജെന്നിയെ കാണാനായി കോഡ് ഇൻഡസ്ട്രീസിലെത്തി. ജെയിം തനിച്ചല്ല വന്നത്, ജെയിമിനെ അവിടെ കൊണ്ടാക്കാനായി തന്റെ കുടുംബം മുഴുവനും വന്നിട്ടുണ്ടായിരുന്നു. അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാമിലിയാണ് ജെയിമിന്റേത്. സോ ഇവിടെ റിസപ്ഷനിൽ നിന്ന് ജെന്നിയെ കാണണമെന്ന് ജെയിം പറഞ്ഞപ്പോൾ അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ കാണാൻ അനുവദിക്കത്തില്ല എന്ന് അവർ പറയുകയാണ്. ബട്ട് എന്നോട് പുള്ളിക്കാരി ഇന്ന് വരണേ പറഞ്ഞതാണ് എന്ന് ജെയിം പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യൂ, ജെന്നി മാഡം വന്നാൽ അവർ നിങ്ങളെ കണ്ടോളും, അല്ലാതെ നിങ്ങളെ അകത്തേക്ക് അനുവദിക്കുന്നതല്ല. സോ ഇവിടെ ജെന്നി മാസ്ക് ഒക്കെ ധരിച്ച് ലാബിലേക്ക് പോകുന്നതായി കാണാം. എന്നിട്ട് ലാബിലെ സയന്റിസ്റ്റ് നടന്നു പോകുമ്പോൾ അദ്ദേഹത്തെ ചെറുതായി തട്ടുകയും അദ്ദേഹത്തിന്റെ ID കാർഡ് കാണാതെ ജെന്നി എടുക്കുകയും ചെയ്തു. എന്നിട്ട് ആ ID കാർഡ് വെച്ച് ലാബിൽ കയറുകയാണ്. ലാബിൽ നിന്ന് പുള്ളിക്കാരി ഷോക്കിംഗ് ആയിട്ടുള്ള ആ സാധനം കണ്ടു. സോ ഇതാണ് സ്കറാബ് അഥവാ ബ്ലൂ ബീറ്റിൽ. ഇത് ആക്ച്വലി ഒരു ഏലിയൻ സൂപ്പർ വെപ്പൺ ആണ്. ഇത് വിക്ടോറിയ ഉപയോഗിച്ചാൽ പുള്ളിക്കാരിക്ക് ഈ ലോകത്ത് തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അത് അപകടമാണ് എന്ന് മനസ്സിലാക്കിയ ജെന്നി ലാബിൽ നിന്ന് അത് മോഷ്ടിക്കുകയാണ്. എന്നാൽ അത് പുറത്തേക്ക് കൊണ്ടുവരുന്നത് അത്ര എളുപ്പമല്ല. അപ്പോൾ ലാബിലെ സയന്റിസ്റ്റ് കഴിക്കാനായി വാങ്ങി വെച്ച ബർഗർ ബോക്സ് പുള്ളിക്കാരി കണ്ടു. അങ്ങനെ അതിലെ ബർഗർ പുറത്തു വെച്ച് ആ ബോക്സിൽ ഈ സ്കറാബ് ഇട്ടുകൊണ്ട് ജെന്നി അത് ലാബിൽ നിന്ന് മോഷ്ടിക്കുകയാണ്. ജെന്നി ലിഫ്റ്റിൽ പോകുന്ന സമയത്ത് ജെയിം പുള്ളിക്കാരിയെ കണ്ടു. ഇവിടെ ലാബിൽ വന്ന സയന്റിസ്റ്റ് ബർഗർ കഴിക്കുന്ന സമയത്ത് അദ്ദേഹം സ്കറാബ് മിസ്സിംഗ് ആയത് കണ്ടു. അദ്ദേഹം അപ്പോൾ തന്നെ സെക്യൂരിറ്റിയെ വിളിച്ച് കാര്യം പറഞ്ഞു. അങ്ങനെ ആ ബിൽഡിംഗ് മുഴുവനും അലാറം അടിയുകയാണ്. അപ്പോൾ ജെന്നിക്ക് മനസ്സിലായി ഇനി തനിക്ക് ഇതുമായി പുറത്തേക്ക് പോകാൻ കഴിയത്തില്ല എന്ന്. അപ്പോഴാണ് ജെയിം ജെന്നിയുടെ അടുത്തേക്ക് ഓടി വന്നത്. ഹേയ്, താങ്കൾ എനിക്ക് ജോലി ഓഫർ ചെയ്തിരുന്നു, മറന്നുപോയോ? അതൊക്കെ ഞാൻ റെഡിയാക്കാം, പക്ഷെ ഇപ്പോൾ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നീ എനിക്ക് വേണ്ടി ചെയ്തു തരണം. പുള്ളിക്കാരി ആ സ്കറാബ് വെച്ചിട്ടുള്ള ബർഗർ ബോക്സ് ജെയിമിന് കൊടുത്തിട്ട് പറയാണ്, ഇത് നീ എനിക്ക് വേണ്ടി പ്രൊട്ടക്ട് ചെയ്യണം, യാതൊരു കാരണവശാലും ഇത് നീ ഓപ്പൺ ചെയ്യാൻ പാടില്ല. അങ്ങനെ പുള്ളിക്കാരി പറഞ്ഞതുപോലെ അതുമായി ജെയിം അവിടുന്ന് പോവുകയാണ്. സോ വീട്ടിലെത്തിയപ്പോൾ വീട്ടുകാർ സ്വാഭാവികമായിട്ടും ചോദിക്കും, എന്തായി, ജോലി കിട്ടിയിട്ടില്ലേ എന്ന്. അപ്പോൾ ജെയിം, ഇല്ല ജോലി കിട്ടിയിട്ടില്ല, പക്ഷെ പുള്ളിക്കാരി എനിക്ക് ഈ ബർഗർ ബോക്സ് തന്നു, എന്നിട്ട് അത് ഓപ്പൺ ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞു. അപ്പോൾ വീട്ടുകാരൊക്കെ ചോദിക്കാണ്, എന്ത് ബർഗർ തന്നോ? അവള് നിന്നെ കളിയാക്കിയതാണ്, അതിൽ എന്താണ് ഇത്ര കാര്യമായിട്ടുള്ളത്? തുറക്കാൻ പാടില്ല എന്നൊക്കെ പറയാൻ നീ അത് തുറക്കട എന്ന് വീട്ടുകാരെല്ലാവരും ജെയിമിനെ നിർബന്ധിക്കുകയാണ്. അങ്ങനെ വീട്ടുകാരുടെ നിർബന്ധം കാരണം ജെയിം ആ ബർഗർ ബോക്സ് ഓപ്പൺ ചെയ്തു. അപ്പോൾ അതിൽ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, അതിന്റെ കൂടെ ഒരു ബ്ലൂ കളറുള്ള ബീറ്റലുമുണ്ട്. സഹോദരി അത് പെട്ടെന്നെടുത്തു. അത് എടുക്കലേ, അത് ഇതിൽ തന്നെ തിരിച്ചു വെക്ക് എന്ന് ജെയിം പറഞ്ഞപ്പോൾ അവരത് അങ്ങോട്ടും ഇങ്ങോട്ടുമായി പാസ് ചെയ്യുകയാണ്. അവസാനം അത് ഹീറോന്റെ കയ്യിലെത്തി. ഇനിയാണ് കഥയുടെ ടേണിംഗ് പോയിന്റ്. അത് ഹീറോന്റെ കയ്യിൽ നിന്ന് പ്രകാശിക്കാനായി തുടങ്ങി. അതേപോലെ അതിന് ജീവൻ വെച്ചു, അത് നടക്കാനായി തുടങ്ങി. ഇത് കണ്ടപ്പോൾ എല്ലാവരും ഷോക്കായി. പക്ഷെ ഇനിയാണ് യഥാർത്ഥ ഷോക്കിംഗ് ആയിട്ടുള്ള സംഭവം നടന്നത്. അത് ഹീറോന്റെ മുഖത്ത് കേറി ഒട്ടിപ്പിടിക്കുകയാണ്. ഹീറോ ആകെ പേടിച്ചു. അതേപോലെ അതിന് പവർ വരുന്നതായിട്ടും കാണാം. അവിടുത്തെ ഇലക്ട്രിസിറ്റി ഒക്കെ കട്ടായി. പിന്നീട് ആ ബ്ലൂ ബീറ്റിൽ മുഖത്തുനിന്ന് ഷർട്ടിന്റെ അകത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ജെയിമിന്റെ പുറത്തുനിന്ന് അത് ശരീരത്തിന്റെ അകത്ത് കയറുകയാണ്. ഇതിനുശേഷം ജെയിമിന്റെ രൂപം മാറുന്നതായി കാണാം. പെട്ടെന്ന് ആളൊരു നീല സ്യൂട്ടൊക്കെ ആയി വന്നു. അതേപോലെ ആ സ്യൂട്ടിന്റെ അകത്ത് ഒരു സ്ത്രീയുടെ ശബ്ദവും ഹീറോക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. ആ സ്ത്രീയാണ് ഹീറോക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. കാജി എന്നാണ് ആ സ്ത്രീയുടെ പേര്. പെട്ടെന്ന് വീടിന്റെ റൂഫ് ടോപ്പ് തകർത്ത് ഹീറോ പറക്കുകയാണ്. ഇതൊന്നും ഹീറോ അല്ല കൺട്രോൾ ചെയ്യുന്നത്, എല്ലാം കാജിയാണ്. എത്ര ശ്രമിച്ചിട്ടും ഹീറോക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ പറന്നു പറന്ന് ഭൂമിയുടെ വെളിയിലെത്തി. അവിടുന്ന് വീണ്ടും വളരെ വേഗത്തിൽ ഭൂമിയിലേക്ക് പോവുകയാണ്. ഹീറോ പേടിച്ച് ഭയന്ന് നിലവിളിക്കുന്നുണ്ട്. വീണ്ടും പറക്കുകയാണ്. വളരെ വേഗത്തിലാണ് പറക്കുന്നത്. അവസാനം ഒരു കാറിന്റെ മുകളിലായിട്ട് ഹീറോ വീണു പോവുകയാണ്. ഇത് കണ്ടപ്പോൾ അവിടെയുള്ള എല്ലാവരും ശരിക്കും ഷോക്കായി. എന്താണ് ഇവിടെ നടന്നത് എന്ന് ആലോചിച്ചിട്ട് ഹീറോ കാറിന്റെ മുകളിൽ നിന്ന് എഴുന്നേറ്റ് റോഡിലേക്ക് പെട്ടെന്ന് നടന്നപ്പോൾ ഒരു ബസ് വരുന്നുണ്ടായിരുന്നു. ബസ് ഹീറോനെ ഇടിക്കുകയും ചെയ്തു. എന്നാൽ ബസ് ഹീറോനെ ഇടിച്ചപ്പോൾ ബസ് രണ്ട് കഷ്ണമായി മാറുകയാണ്. സോ ബസിന്റെ അകത്തിരിക്കുന്ന ആൾക്കാരും ഇത് കണ്ട് ശരിക്കും അത്ഭുതപ്പെട്ടു. അവിടുന്ന് വീണ്ടും ഹീറോ പറക്കുകയാണ്. ഒന്നും ഹീറോന്റെ കൺട്രോളിലല്ല. ഇവിടെ കുടുംബക്കാര് അവരുടെ മകൻ മിസ്സിംഗ് ആയി എന്ന് പറഞ്ഞ് പോലീസിനെ വിളിക്കുകയാണ്. മകൻ എങ്ങനെയാണ് കാണാതായതെന്ന് പോലീസ് ചോദിക്കുമ്പോൾ അവർക്ക് തന്നെ അത് പറയാനായി കഴിയുന്നില്ല. അവരിപ്പോൾ എന്താ പറയണ്ടേ, മകൻ പറന്നുപോയെന്നോ? അപ്പോൾ ഇവിടെതാ ആ സമയത്ത് പെട്ടെന്ന് ഹീറോ റൂഫ് ടോപ്പ് തകർത്ത് അവിടെ വീഴുകയാണ്. ഈ സമയത്ത് ആൾ സ്യൂട്ടൊന്നും ധരിച്ചിട്ടില്ല, അതായത് വസ്ത്രമൊന്നും ഇല്ലാതെയാണ് ഹീറോ അവിടെ വീണത്. കണ്ണു തുറന്നപ്പോൾ തന്റെ കുടുംബക്കാരൊക്കെ ചുറ്റും നിൽക്കുന്നു. എനിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞ് റൂമിലേക്ക് ഹീറോ ചെന്നു.
ടീഷർട്ട് ഇടുന്ന സമയത്ത് ഹീറോ തന്റെ ശരീരത്തിന്റെ അകത്തായിട്ട് നീല നിറമുള്ള സാധനം കാണുകയാണ്. അപ്പോൾ തനിക്ക് എന്താണ് സംഭവിച്ചത്, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, ഇതിന്റെയൊക്കെ ഉത്തരം കിട്ടണമെങ്കിൽ ജെന്നിയെ കാണണം. അവൾക്ക് മാത്രമേ തന്നെ ഇനി സഹായിക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയ ജെയിം അങ്കിൾ റൂഡിയുടെ വണ്ടിയും എടുത്തുകൊണ്ട് ജെന്നിയെ കാണാനായി ചെല്ലുകയാണ്. അപ്പോൾ ഇവിടെ കോഡ് ഇൻഡസ്ട്രിയുടെ പുറത്തുനിന്ന് ജെന്നി ഒളിച്ചൊളിച്ചു നീങ്ങുന്നത് ജെയിം കണ്ടു. "ജെന്നി, നീ എന്താ ഈ ഒളിക്കുന്നു?" എന്ന് ജെയിം ചോദിച്ചപ്പോൾ പുള്ളിക്കാരി പെട്ടെന്ന് വണ്ടിയിലേക്ക് കയറുകയാണ്. എന്നിട്ട് "വേഗം വിട്, വേഗം വിട്" എന്ന് പറഞ്ഞു. അപ്പോൾ ദാ പിന്നാലെ ഒരുപാട് ആൾക്കാർ തോക്ക് കൊണ്ട് ഷൂട്ട് ചെയ്യുന്നു. എന്തോ ഭാഗ്യത്തിന് ജെയിം പെട്ടെന്ന് വണ്ടി എടുത്ത് അവിടുന്ന് രക്ഷപ്പെട്ടു. ജെയിം ജെന്നിയെ കൂട്ടി തന്റെ വീട്ടിൽ വന്നു. വീട്ടിൽ നിന്ന് ജെന്നിക്ക് തനിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ജെയിം കാണിച്ചു കൊടുക്കുകയാണ്. അതായത്, "നീ തന്ന ആ സാധനം എന്റെ ശരീരത്തിന്റെ അകത്ത് കയറി. അത് എന്റെ ശരീരത്തിൽ കയറിയപ്പോൾ പിന്നെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് എനിക്ക് പോലും ശരിക്കും ഓർമ്മയില്ല. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല" എന്നൊക്കെ ജെയിം ജെന്നിയോട് പറയുകയാണ്. ഇത് പുറത്തെടുക്കാൻ എന്താണ് വഴി, ഇതെന്താണ് സാധനം എന്നൊക്കെ ജെന്നിയോട് ജെയിമും കുടുംബവും ചോദിക്കുകയാണ്. അപ്പോൾ ജെന്നി പറയാണ്, "ഇതാണ് സ്കറാബ്. ഇത് ആക്ച്വലി എന്റെ ആണ്ട് വിക്ടോറിയയുടേതല്ല, എന്റെ അച്ഛന്റേതാണ്. അച്ഛൻ ഇത് സൂക്ഷിച്ചു വെച്ചതാണ്. കാരണം ഇതൊരു ഡേഞ്ചറസ് വെപ്പൺ ആണ്. എന്നാൽ ഇത് എങ്ങനെയാണ് വിക്ടോറിയയുടെ കയ്യിൽ എത്തിയത് എന്ന് എനിക്കറിയത്തില്ല. പുള്ളിക്കാരി ഇത് ചെയ്ത് എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് എന്നാൽ ഈ ലോകത്ത് തന്നെ ഡേഞ്ചറസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് മോഷ്ടിച്ചത്. പക്ഷെ ഈ സ്കറാബ് ഒരിക്കലും എല്ലാവരുടെയും ശരീരത്തിൽ കേറത്തില്ല. അത് തിരഞ്ഞെടുക്കുന്ന ആളുടെ ശരീരത്തിൽ മാത്രമേ കേറുകയുള്ളൂ. അപ്പോൾ സ്കറാബ് നിന്നെയാണ് തിരഞ്ഞെടുത്തത്. ഓക്കെ, ഇതിപ്പോ എങ്ങനെ ഞാൻ പുറത്തെടുക്കും എന്ന് ജെന്നിയോട് ജെയിം ചോദിച്ചപ്പോൾ അതിന് ഒരു വഴിയുള്ളൂ. ആ വഴിയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾക്ക് ഒരു കീ വേണം. പക്ഷെ ആ കീ ഉള്ളത് കോഡ് ഇൻഡസ്ട്രിയിലാണ്. അതുകൊണ്ട് നമുക്ക് ആ കീ എടുക്കാനായി അവിടം വരെ പോകണം. അതത്ര ഈസി അല്ല. അപ്പോൾ അങ്കിൾ റൂഡി ആ കീ എടുക്കാനായി അവരെ സഹായിക്കാമെന്ന് പറയുകയാണ്. സോ ഇവിടെ വിക്ടോറിയ ഒരു പാർട്ടി നടത്തുകയാണ്. അവിടെ പുള്ളിക്കാരി ഒരു കേണലുമായി ബിസിനസ് ഉറപ്പിക്കുകയാണ്. അതായത് സ്കറാബ് വെച്ചിട്ടുള്ള ഹ്യൂമൻ വെപ്പണിന്റെ ബിസിനസ്. അപ്പോഴാണ് പുള്ളിക്കാരിയെ കാണുന്ന ഇഗ്നാസിയോ അവിടത്തേക്ക് വന്നത്. എന്നിട്ട് പുള്ളിക്കാരിയോട് "ജെന്നി സ്കറാബ് മോഷ്ടിച്ചു. അവൾ ഒരുത്തന്റെ സഹായത്തോടെയാണ് അത് ലാബിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയത്" എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ വിക്ടോറിയ ഇഗ്നാസിയോട് എന്ത് വന്നാലും എത്രയും പെട്ടെന്ന് അത് കണ്ടുപിടിക്കണം എന്ന് പറയുകയാണ്. കാരണം അത് നഷ്ടമായാൽ ബില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ ബിസിനസ് ആയിരിക്കും അവർക്ക് നഷ്ടമാവുക. 15 വർഷത്തിലധികമായി ഇതിനു വേണ്ടി വിക്ടോറിയ കാത്തു നിൽക്കുന്നു. സോ ഇവിടെ ഇവര് 3 പേരും കോഡ് ഇൻഡസ്ട്രിയുടെ പുറത്തെത്തിയതായി കാണാം. ഇനി അവിടെ അകത്തേക്ക് സെക്യൂരിറ്റിയെ വെട്ടിച്ച് കയറുന്നത് അത്ര ഈസി അല്ല. എന്നാൽ നമ്മുടെ അങ്കിൾ റൂഡി ആള് ഭയങ്കര ടെക്കിയാണ്. അദ്ദേഹത്തിന് അതിന് നല്ല അറിവാണുള്ളത്. അദ്ദേഹം ഒരു വലിയ സിഗ്നൽ ജാമർ സ്വന്തമായി നിർമ്മിച്ചെടുത്തിട്ടുണ്ട്. സോ അങ്കിൾ റൂഡി ആ മെഷീൻ ഓൺ ചെയ്തപ്പോൾ അവിടുത്തെ CCTV വിഷ്വൽസ് എല്ലാം ജാം ആയി പോയി. അതേപോലെ CCTV വിഷ്വൽസിന് പകരം അവിടെ ഒരു കാർട്ടൂൺ പ്ലേ ആവുകയാണ്. ഇത് കണ്ട് സെക്യൂരിറ്റീസ് എല്ലാം അന്തം വിട്ടു. അവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഈ സമയത്ത് ജെന്നിയും ജെയിമും അകത്ത് കയറിയതായി കാണാം. സെക്യൂരിറ്റി CCTV ആരോ ജാം ആക്കിയിട്ടുണ്ട് എന്ന വിവരം ഇഗ്നാസിയോയെ വിളിച്ചു പറഞ്ഞിട്ടുമുണ്ട്. സോ ഇവിടെ ജെന്നി ലോക്കർ ഓപ്പൺ ചെയ്ത് അവർക്ക് വേണ്ടുന്ന കീ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ആം ബാൻഡ് പോലുള്ള അഥവാ സ്മാർട്ട് വാച്ച് പോലുള്ള ഈ ഒരു സാധനമാണ് കീ. അത് കയ്യിൽ കെട്ടിക്കൊണ്ട് ജെന്നിയും ജെയിമും അവിടുന്ന് ഇറങ്ങി. എന്നാൽ അവർ നടന്നു പോകുമ്പോൾ അവരുടെ മുന്നിൽ ഇഗ്നാസിയോ വരികയാണ്. അദ്ദേഹത്തിന് മനസ്സിലായി ഈ പയ്യന്റെ സഹായത്തോടെയാണ് ജെന്നി സ്കറാബ് മോഷ്ടിച്ചത് എന്ന്. അത് തിരികെ തരാനായി അദ്ദേഹം ആവശ്യപ്പെടുകയും ജെന്നിയെ തല്ലാനായി അദ്ദേഹം അടുത്തേക്ക് വരികയും ചെയ്തു. എന്നാൽ അദ്ദേഹം ജെന്നിയെ തല്ലാനായി പോകുമ്പോൾ ജെയിം അദ്ദേഹത്തെ ബ്ലോക്ക് ചെയ്തു. ആ സമയത്ത് ജെയിമിന്റെ സൂപ്പർ ഹീറോ സ്യൂട്ട് ഓപ്പൺ ആവുകയാണ്. ഇത് കണ്ടപ്പോൾ ഇഗ്നാസിയോക്ക് മനസ്സിലായി സ്കറാബ് ഇവന്റെ ശരീരത്തിന്റെ അകത്താണുള്ളത് എന്ന്. ഹീറോ ഇഗ്നാസിയോ ചെറുതായി ഒന്ന് തട്ടി മാറ്റിയതാണ്. അപ്പോഴേക്കും അവന് തെറിച്ച് ദൂരേക്ക് പോകുന്നത് കാണാം. എന്നാൽ ഇഗ്നാസിയോന്റെ ശരീരത്തിലും പവർ ഉണ്ട്. വിക്ടോറിയ ഘടിപ്പിച്ചത്. അങ്ങനെ ഇഗ്നാസിയോന്റെ സ്യൂട്ട് ഓപ്പൺ ആവുന്നതായി കാണാം. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ജെയിമും ഇഗ്നാസിയും ഫൈറ്റ് ചെയ്യുന്നതാണ്. ആ ഫൈറ്റിൽ ഇഗ്നാസിയോ ജെയിമിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജെയിമിനെ കൊല്ലാനായി പോവുകയാണ്. എന്നാൽ ആ സമയം റൂഡി അങ്കിൾ തന്റെ വണ്ടിയിൽ വളരെ വേഗത്തിൽ വന്ന് ഡ്രിഫ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ താൻ നിർമ്മിച്ച മെഷീൻ കാറിൽ നിന്ന് തെറിച്ചു പോയി അത് ഇഗ്നാസിയോയെ പോയി ഇടിക്കുകയാണ്. അങ്ങനെ റൂഡി അങ്കിള് ജെയിമിനെ രക്ഷപ്പെടുത്തി. അങ്ങനെ കാറിൽ നിന്ന് സ്യൂട്ട് പോയപ്പോൾ നമ്മുടെ ഹീറോ നഗ്നനായിട്ട് ഇരിക്കുകയാണ്. റൂഡി അങ്കിളുടെ കാറിലുള്ള ഷർട്ട് ജെയിം ധരിക്കുന്നതായി കാണാം. ജെന്നിയോട് എത്രയും പെട്ടെന്ന് എന്റെ ശരീരത്തിൽ നിന്ന് ആ സാധനം എടുക്കണം എന്ന് ജെയിം പറയുകയാണ്. സോ ഇവിടെ ജെന്നി റൂഡി അങ്കിളിന് ഒരു വഴി പറഞ്ഞു കൊടുക്കുകയാണ്. അവിടത്തേക്കാണ് അവർ പോകുന്നത്. സോ അവർ ഇവിടെ എത്തിയിട്ടുള്ളത് കോഡ് എസ്റ്റേറ്റിലാണ്. ജെന്നിയുടെ മരണപ്പെട്ടു പോയ അച്ഛനും അമ്മയും താമസിച്ചിരുന്ന വീടാണ് ഇത്. എന്നാൽ ഇപ്പോൾ ഈ വീട്ടിൽ ആരുമില്ല. ഈ വീട്ടിൽ ഒരു സീക്രട്ട് റൂമുണ്ട്. അവിടത്തേക്ക് പോകാനായിട്ടാണ് കീ. അങ്ങനെ ആ കീ വെച്ച് അത് അൺലോക്ക് ചെയ്തു. സോ ഇതൊക്കെ കണ്ട് റൂഡി അങ്കിളും ജെയിമും ശരിക്കും ഷോക്കായി.
ഇനി അവിടുത്തെ ഡിവൈസ് ഓൺ ചെയ്യണം. എന്നാലേ ഇതിന് എന്താണ് പരിഹാരം എന്ന് കണ്ടെത്താൻ കഴിയൂ. സോ റൂഡി അങ്കിള് നല്ലൊരു ടെക്കിയാണ്. അദ്ദേഹം അങ്ങനെ അവിടുത്തെ ഡിവൈസ് ഓൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. നിനക്ക് വേണമെങ്കിൽ എന്റെ അച്ഛന് വസ്ത്രം തരാം എന്ന് പറഞ്ഞുകൊണ്ട് ജെന്നി ജെയിമിനെ കൂട്ടി റൂമിലേക്ക് ഫ്രഷ് ആവാനായി കൊണ്ടുപോയി. ഇവിടെ ടോയ്ലറ്റിൽ നിന്ന് കണ്ണാടിയിൽ നോക്കിയപ്പോൾ തന്റെ മുഖത്തുള്ള മുറിവ് ഓട്ടോമാറ്റിക് ആയിട്ട് ഹീൽ ആവുന്നത് ജെയിം കണ്ടു. അത് കണ്ടപ്പോഴൊക്കെ ആൾ അത്ഭുതപ്പെട്ടു. സോ ഇവിടെ വസ്ത്രം മാറി വന്നതിന് ശേഷം ജെയിമും ജെന്നിയും സംസാരിക്കുകയാണ്. അഥവാ ജെന്നി തന്നെ മനസ്സ് തുറക്കുകയാണ്. ജെന്നി പറയാണ്, എന്റെ അച്ഛന് ജീവിതം മാറ്റിമറിച്ചത് എന്റെ അമ്മയാണ്. അമ്മ കാരണമാണ് എന്റെ അച്ഛൻ ഭയങ്കര ഹാപ്പി ആയത്. എന്നാൽ എന്റെ 6-ാം വയസ്സിൽ അമ്മ മരണപ്പെട്ടു. അമ്മയുടെ മരണത്തിന് ശേഷം പിന്നെ അച്ഛൻ ഈ സ്കറാബിന്റെ കാര്യത്തിൽ ഭയങ്കര ഒബ്സസ്ഡ് ആയി. ദിവസങ്ങളും മാസങ്ങളും അച്ഛൻ അതിനു വേണ്ടി ഗവേഷണം നടത്താനായി പോകും. ഒരു ദിവസം അച്ഛൻ ചെന്നു. പിന്നീട് അച്ഛൻ മടങ്ങി വന്നിട്ടില്ല. ജെന്നി പറയാണ്, ഈ വീട്ടിൽ ഒരുപാട് സാധനങ്ങളുണ്ട്, എന്നാൽ ഇവിടെ ഇല്ലാത്തത് സ്നേഹമാണ്. ജെയിം, നീ ഭയങ്കര ലക്കിയാണ്. നിനക്കൊരു ലവിങ് ഫാമിലി ഉണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് ജെന്നി കരയുന്നുണ്ട്. ഞാൻ ഒരുപാട് കാലമായി ഇങ്ങനെ മനസ്സ് തുറന്ന് സംസാരിച്ചിട്ട്. നീ നല്ലൊരു ലിസണർ ആണ് എന്നും ജെന്നി പറയുന്നുണ്ട്. ഈ സമയത്ത് ഇവര് രണ്ടുപേരും ഇഷ്ടത്തിലാവുന്നുമുണ്ട്. ഈ സമയത്ത് അവരെ രണ്ടുപേരും അങ്കിൾ റൂഡി വിളിക്കുകയാണ്. ജെയിമിന്റെ ശരീരത്തിൽ കയറിയ സ്കറാബിന്റെ കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം ഡിവൈസിൽ കണ്ടെത്തി. അതായത് ഈ സ്കറാബ് ഇനി നിന്റെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് നീ ചാവണം. അതായത് ഇനി ഇത് ഒരിക്കലും ശരീരത്തിൽ നിന്ന് എടുക്കാൻ കഴിയത്തില്ല. അത് നിന്റെ തലച്ചോറുമായിട്ട് അഡോപ്റ്റ് ആയി. അപ്പോൾ ഇതൊക്കെ കേട്ട് സങ്കടത്തോടെയും ദേഷ്യത്തോടെയും ജെയിം അവിടുന്ന് ഇറങ്ങി പോവുകയാണ് റൂഫ് ടോപ്പിലേക്ക്. അവിടെ അവനെ കാണാനായി അങ്കിൾ റൂഡിയും ജെന്നിയും വന്നു. നീ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. പലരെയും സ്കറാബ് ചൂസ് ചെയ്തിട്ടില്ല. അത് നിന്നെയാണ് ചൂസ് ചെയ്തത്. അതിന്റെ അർത്ഥം നിന്നിൽ അതിന് വിശ്വാസമുണ്ട് എന്നാണ്. ഈ സമയത്ത് അവരൊരു ഹെലികോപ്റ്റർ പറന്നു പോകുന്നത് കണ്ടു. അത് വിക്ടോറിയയുടെ ഹെലികോപ്റ്റർ ആണ്. അത് പറന്നു പോകുന്നത് ജെയിമിന്റെ വീട്ടിന്റെ ഭാഗത്തേക്കാണ്. അത് കണ്ടപ്പോൾ ജെയിമിന് മനസ്സിലായി തന്റെ കുടുംബം അപകടത്തിലാണ് എന്ന്. സോ ഇവിടെ കുടുംബം ഒന്നിച്ചിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് പവർ കട്ട് ഉണ്ടായി. അവിടെ ജെയിമിനെ പിടികൂടാനായി ഒരു വലിയ ഫോഴ്സ് തന്നെ തോക്കുമായി വരുന്നത് കാണാം. സോ ഇവിടെ ജെയിം തന്റെ കുടുംബത്തെ രക്ഷിക്കാനായി സ്യൂട്ടപ്പ് ചെയ്യാനായി ശ്രമിക്കുകയാണ്. എന്നാൽ സ്യൂട്ട് ഓപ്പൺ ആവുന്നില്ല. അങ്ങനെ ജെയിം ഓടി വന്ന് അവിടുന്ന് റൂഫ് ടോപ്പിൽ നിന്ന് ചാടുകയാണ്. അപ്പോൾ ദാ സ്യൂട്ട് ഓപ്പൺ ആവുകയും ആള് പറന്നു പോവുകയും ചെയ്തു. സോ ഇവിടെ ഈ ഫോഴ്സ് ജെയിമിന്റെ കുടുംബത്തെ പിടികൂടി അകത്തുനിന്ന് പിടിച്ച് പുറത്തേക്ക് ഇടുകയാണ്. ഈ സമയത്ത് അവരുടെ വീട്ടിൽ ചെറുതായി തീ പിടിക്കുന്നതും കാണാം. അപ്പോൾ കുടുംബത്തെ പിടിച്ച് പുറത്ത് കൊണ്ടുവന്നപ്പോൾ ആ സമയത്ത് അവിടെ നമ്മുടെ സൂപ്പർ ഹീറോ എത്തി. എല്ലാവരും ഹീറോനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ ഹീറോ ബുള്ളറ്റ് പ്രൂഫ് ആണ്. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹീറോ അവരെയൊക്കെ വളരെ നിസ്സാരമായിട്ട് തിരിച്ച് അറ്റാക്ക് ചെയ്യുകയാണ്. പക്ഷെ അവസാനം എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഹീറോന്റെ അച്ഛന് വീണ്ടും ഹാർട്ട് അറ്റാക്ക് വന്ന് വീഴുകയാണ്. അത് കണ്ട് അച്ഛനെ നോക്കാനായി അല്ലെങ്കിൽ അച്ഛനെ രക്ഷപ്പെടുത്താനായി ഹീറോ ഓടുമ്പോൾ ഹെലികോപ്റ്ററിൽ നിന്നും വിക്ടോറിയും ഇഗ്നാസിയും ഹീറോനെ പിടിക്കാനായി ട്രാപ്പ് ഇട്ടു. ആ ട്രാപ്പിൽ നിന്ന് ഹീറോയ്ക്ക് എങ്ങനെയും രക്ഷപ്പെടാൻ കഴിയുന്നില്ല. അവര് ഹീറോനെ പിടികൂടി ഹെലികോപ്റ്ററിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. അച്ഛനെയും കുടുംബത്തെയും നോക്കി ഹീറോ പൊട്ടിക്കരയുന്നത് കാണാം. ഈ സമയത്ത് അവിടെ കാറിൽ അങ്കിൾ റൂഡിയും ജെന്നിയും എത്തി. അവര് പെട്ടെന്ന് ആംബുലൻസ് വിളിച്ചു. ട്രീറ്റ്മെന്റ് കൊടുത്തെങ്കിലും സങ്കടകരമായ കാര്യം ഹീറോന്റെ അച്ഛൻ ഇവിടെ മരണപ്പെട്ടു. അതേപോലെ അവരുടെ വീട് മുഴുവനായിട്ടും കത്തി നശിക്കുകയും ചെയ്തു. സോ എല്ലാവരും പൊട്ടിക്കരയുമ്പോൾ മുത്തശ്ശി അവരോട് പറയാണ്, നമ്മൾ ആരും കരയരുത്. നമ്മൾ ജെയിമിനെ രക്ഷപ്പെടുത്തണം. അവന്റെ അച്ഛൻ ഇപ്പോൾ ജീവനോടെ ഉണ്ടെങ്കിൽ അദ്ദേഹം അതായിരിക്കും ചെയ്യുക. അതുകൊണ്ട് നമ്മൾ ഒന്നിച്ചു നിന്നുകൊണ്ട് അവനെ രക്ഷിക്കണം. അപ്പോൾ ജെന്നി അവരോട് പറയാണ്, അവർ ജെയിമിനെ എവിടത്തേക്കാണ് കൊണ്ടുപോയതെന്ന് എനിക്കറിയാം. പക്ഷെ ആ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു സ്ഥലം വരെ പോകണം. അപ്പോൾ ഇവിടെ ജെന്നി അവരെ ഒരു സ്ഥലം വരെ കൂട്ടിക്കൊണ്ടുവന്നതായി കാണാം. അവിടെ നിങ്ങൾ കാണുന്ന ഈ സാധനമാണ് ബഗ് ഷിപ്പ്. ഈ ബഗ് ഷിപ്പിലാണ് അവര് ജെയിമിനെ തട്ടിക്കൊണ്ടുപോയ സ്ഥലത്തേക്ക് പോകാനായി പോകുന്നത്. ഇനി ആ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് വേറെ എവിടെയുമല്ല, അത് പാഗോ എന്ന ഐലൻഡിലേക്കാണ്. സോ റൂഡി അങ്കിൾ ആ ബഗ് ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു. അദ്ദേഹമാണ് അത് ഓടിക്കാനായി പോകുന്നത്. അങ്ങനെ പാഗോ ഐലൻഡിലേക്ക് ജെയിമിനെ രക്ഷപ്പെടുത്താനായി അവർ അവരുടെ യാത്ര ആരംഭിച്ചു. സോ ഇവിടെ നമ്മുടെ ജെയിമിനെ അവർ ഒരു മെഷീനിൽ ലോക്ക് ചെയ്തതായി കാണാം. അവരുടെ ഉദ്ദേശം ജെയിമിനെ കൊന്ന് അവന്റെ ശരീരത്തിലുള്ള സ്കറാബ് പുറത്തെടുക്കുക, എന്നിട്ട് അതിന്റെ പവർ മുഴുവനും ഇഗ്നാസിയോക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നതാണ്. സോ ഇവിടെ ഇവര് ബഗ് ഷിപ്പിൽ യാത്ര ചെയ്യുമ്പോൾ ആ ഷിപ്പിലുള്ള ജെന്നിയുടെ അച്ഛന്റെ ആയുധങ്ങളൊക്കെ നോക്കുകയാണ്. അതിൽ നിന്ന് ഒരു ആയുധം സഹോദരി എടുത്തു. മറ്റൊരു വലിയ ഒരു ഗണ്ണ് മുത്തശ്ശിയും എടുക്കുന്നുണ്ട്. പിന്നെ ഈ ബഗ് ഷിപ്പ് ബുള്ളറ്റ് പ്രൂഫ് ആണ്. പുറത്തുനിന്ന് വെടിവെച്ചാലൊന്നും ഈ ബഗ് ഷിപ്പിന് ഒന്നും സംഭവിക്കത്തില്ല. അതിനുശേഷം അവർ പാഗോ ഐലൻഡിൽ എങ്ങനെയൊക്കെ പോകണം, എന്താണ് അവരുടെ പ്ലാൻ എന്നൊക്കെ ഡിസ്കസ് ചെയ്യുകയാണ്. മുത്തശ്ശിയാണ് അവർക്ക് എല്ലാ പ്ലാൻസും പറഞ്ഞു കൊടുക്കുന്നത്. മുത്തശ്ശി നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു നിസ്സാരക്കാരിയൊന്നുമല്ല, ആളൊരു കില്ലാടിയാണ്.
സോ ഇവിടെ ജെയിമിന് ബോധം വന്നു. അവന്റെ ശരീരത്തിൽ നിന്ന് സ്കറാബ് ട്രാൻസ്ഫർ ചെയ്യാനായി പോവുകയാണ്. അപ്പോൾ ഈ സയന്റിസ്റ്റ് വിക്ടോറിയയോട് ചോദിക്കാണ്, മാഡം ഇത് വേണോ? ഇത് അവന്റെ ജീവൻ നഷ്ടമാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിന് ഇത് ചെയ്യുന്നതിൽ കുറ്റബോധമുണ്ട്. എന്നാൽ വിക്ടോറിയ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞ ജോലി ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് വഴക്ക് പറയുകയാണ്. സോ ഇവിടെ ആ സ്ഥലത്തേക്ക് നമ്മുടെ കുടുംബം ബഗ്ഷിപ്പിൽ വന്ന് ക്രാഷ് ചെയ്ത് ലാൻഡ് ചെയ്യുകയാണ്. അവിടെ കാവൽ നിൽക്കുന്ന ഫോഴ്സ് എല്ലാവരും ബഗ്ഷിപ്പിലേക്ക് ഒന്നിച്ച് ഷൂട്ട് ചെയ്യുകയാണ്. എന്നാൽ ബഗ്ഷിപ്പിന് ഒന്നും സംഭവിക്കുന്നില്ല. ബഗ്ഷിപ്പിൽ യാത്ര ചെയ്യാൻ മാത്രമല്ല സാധിക്കുക, അതിന് ഫൈറ്റ് ചെയ്യാനും കഴിയും. അങ്ങനെ ശത്രുക്കളെയൊക്കെ ബഗ്ഷിപ്പ് ഫൈറ്റ് ചെയ്ത് പരാജയപ്പെടുത്തുകയാണ്. അങ്ങനെ അവരെല്ലാവരും ബഗ്ഷിപ്പിൽ നിന്ന് പുറത്തിറങ്ങി. ഇനി ജെയിമിനെ എവിടത്തേക്കാണ് കൊണ്ടുപോയത് എന്ന് അവർ കണ്ടെത്തണം. അതാണ് ഇനിയുള്ള അവരുടെ ലക്ഷ്യം. സോ ഇവിടെ അവർ പവർ ട്രാൻസ്ഫർ ചെയ്യാനായി ആരംഭിച്ചു. അഥവാ നമ്മുടെ ഹീറോ മരണപ്പെടാനായി പോവുകയാണ്. എന്നാൽ ഇവിടെ സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ ഹീറോന്റെ ശരീരത്തിൽ അത്രത്തോളം പവർ ആണുള്ളത്. അത് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അവരുടെ ഡിവൈസ് ഭയങ്കരമായിട്ട് ഹീറ്റ് ആവുകയാണ്. കാരണം അത്രത്തോളം പവർ ആണുള്ളത്. എന്തെങ്കിലുമായിട്ട് പെട്ടെന്ന് ചെയ്യണം. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇഗ്നാസിയോക്ക് പവർ ലഭിച്ചതായി കാണാം. അദ്ദേഹത്തിന് പുതിയ പവർഫുൾ സ്യൂട്ട് ലഭിച്ചു. അതേപോലെ പണ്ടത്തേക്കാൾ പവർഫുൾ കൂടിയാണ്. എന്നാൽ ഇതേ സമയം സ്കറാബിന്റെ പവർ ഹീറോന്റെ ശരീരത്തിൽ തന്നെയുണ്ട്. പെട്ടെന്ന് ഹീറോക്ക് പവർ തിരിച്ചു ലഭിക്കുകയും ആളെ ലോക്ക് ചെയ്ത മെഷീനിൽ നിന്ന് പുറത്തു വരികയും ചെയ്തു. ഹീറോ പെട്ടെന്ന് ആ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയാണ്. ഹീറോനെ അവിടുന്ന് രക്ഷപ്പെടാൻ സഹായിച്ചത് ആ സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം ഡോർ തുറന്നു കൊടുക്കുകയും അതിനുശേഷം അദ്ദേഹം സ്വന്തം ജീവൻ പണയം വെച്ച് അത് ലോക്ക് ചെയ്യുകയും ചെയ്തു. അതിന്റെ ദേഷ്യത്തിൽ ആ സയന്റിസ്റ്റിനെ വിക്ടോറിയ കൊല്ലുന്നുമുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ തന്റെ കുടുംബം എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ഹീറോ അവരെ രക്ഷപ്പെടുത്തി ഈ സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് പോകാനായി ഓടുകയാണ്. ഇഗ്നാസിയോ തന്റെ പുതിയ സ്യൂട്ടൊക്കെ ധരിച്ച് വരുന്നതായി കാണാം. അവന്റെ ലക്ഷ്യം ഹീറോനെ കൊല്ലുക, എന്നിട്ട് അവന്റെ പവർ കൂടി എടുക്കുക എന്നതാണ്. അപ്പോൾ ഇനി കഥ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഹീറോ തന്റെ കുടുംബത്തെ എല്ലാവരെയും കണ്ടു. എന്നാൽ ജെന്നി മാത്രം അവിടെയില്ല. കാരണം ജെന്നി വിക്ടോറിയയുടെ പിടിയിലായിട്ടുണ്ട്. അപ്പോൾ ഇനി അവർക്ക് ജെന്നിയെ രക്ഷപ്പെടുത്തണം. സോ ഇവിടെ പുള്ളിക്കാരിയെ രക്ഷിക്കാനായി ജെയിം ചെല്ലുമ്പോൾ ഒരുപാട് ഫോഴ്സ് ജെയിമിനെ തടയാനായി വരുന്നുണ്ട്. എന്നാൽ അവരൊക്കെ വളരെ നിസ്സാരമായി പരാജയപ്പെടുത്തി. ഇനി കഥയുടെ ക്ലൈമാക്സ് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ജെയിമും അതേപോലെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഇഗ്നാസിയും ഫൈറ്റ് ചെയ്യുകയാണ്. അതേപോലെ വിക്ടോറിയ ജെന്നിയെ പിടിച്ചു വെച്ചപ്പോൾ ജെന്നി തന്ത്രപൂർവ്വം വിക്ടോറിയ തിരിച്ച് അറ്റാക്ക് ചെയ്യുകയാണ്. അങ്ങനെ ഇവിടെ അവസാനം ഹീറോ വില്ലനെ പരാജയപ്പെടുത്തി. വില്ലനെ കൊല്ലാനായി പോകുന്ന സമയത്താണ് ഹീറോന്റെ സ്കറാബ് വില്ലന്റെ ബാക്ക് സ്റ്റോറി കാണിച്ചു കൊടുത്തത്. അതായത് വില്ലനായ ഇഗ്നാസിയോയെ ചെറുപ്പത്തിലെ അമ്മയുടെ അടുത്തുനിന്ന് വിക്ടോറിയ തട്ടിയെടുത്തതാണ്. ഇഗ്നാസിയോയുടെ അമ്മയെ കൊന്നിട്ട്. എന്നിട്ടാണ് അവർ ഇത്രയും വർഷം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ എക്സ്പെരിമെന്റ് ചെയ്തത്. അദ്ദേഹം വിക്ടോറിയ കാരണം ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഹീറോ ഇഗ്നാസിയോനെ വെറുതെ വിടുകയാണ്. അദ്ദേഹത്തെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവിടെ വീണ് കിടക്കുന്ന വിക്ടോറിയയെ കാണാം. പുള്ളിക്കാരി ഇഗ്നാസിയോട് എല്ലാവരും കൊല്ലാനായി ആവശ്യപ്പെടുകയാണ്. എന്നാൽ ഇഗ്നാസിയോ അവരോട് ഇവിടുന്ന് വേഗം രക്ഷപ്പെടാനായി പറഞ്ഞു. അതിനുശേഷം പുള്ളിക്കാരൻ വിക്ടോറിയയുടെ അടുത്തേക്ക് നടന്നു പോകുന്നത് കാണാം. എന്നിട്ട് വിക്ടോറിയയെ പിടിച്ച് തന്റെ ശരീരത്തിലെ പവർ മാക്സിമം റൺ ചെയ്തു. എങ്ങനെ ചെയ്താൽ ബോഡി ഹീറ്റായി വലിയ പൊട്ടിത്തെറി ഉണ്ടാകും. അങ്ങനെ ആ സ്ഥലത്തുനിന്ന് ഹീറോ ഓടി രക്ഷപ്പെടുന്നത് കാണാം. അതേപോലെ ഇഗ്നാസിയോ തന്റെ ശരീരം പൊട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അദ്ദേഹം വിക്ടോറിയയും മരണപ്പെട്ടു. നമ്മുടെ ജെന്നി, ഹീറോ, കുടുംബം എല്ലാവരും രക്ഷപ്പെട്ടു. അവരെല്ലാവരും അങ്ങനെ സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുന്നത് കാണാം. അങ്ങനെ കഥയുടെ അവസാനം കോഡ് ഇൻഡസ്ട്രിയുടെ സിഇഒ ആയി ജെന്നി വന്നു. ഇനി മുതൽ ഈ കമ്പനി വെപ്പൺസ് നിർമ്മിക്കത്തില്ല എന്ന് പുള്ളിക്കാരി മാധ്യമങ്ങളോട് പറയുകയാണ്. തന്റെ അച്ഛൻ എന്താണോ ആഗ്രഹിച്ചത് അതായിരിക്കും ഇനി ഈ കമ്പനി ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക. നമ്മുടെ ഹീറോയുടെ വീട് കത്തി നശിച്ചത് നമ്മൾ കണ്ടിരുന്നു. എന്നാൽ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അയൽക്കാരെല്ലാവരും അവർക്ക് വേണ്ടി ഭക്ഷണവും എടുത്തുകൊണ്ട് അവരുടെ കത്തി നശിച്ച ആ വീട്ടിലേക്ക് വരികയാണ്. അവിടെ നമ്മുടെ ജെന്നി വന്നു. റൂഡി അങ്കിളുടെ ഏറ്റവും പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ വണ്ടി തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് സമ്മാനമായി ജെന്നി പുതിയ ഒരു വണ്ടി കൊടുക്കുകയാണ്. അത് കണ്ട് അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷമായി. അതേപോലെ കത്തി നശിച്ച അവരുടെ വീട് കോഡ് ഇൻഡസ്ട്രി പുനർനിർമ്മിച്ചു കൊടുക്കുമെന്നും ജെന്നി അവർക്ക് വാക്കുകൊടുത്തു. മാത്രമല്ല ഇവിടെ മറ്റൊരു കാര്യം കൂടി നടന്നു. നമ്മുടെ കഥാനായകനും കഥാനായികയും ഇപ്പോൾ ശരിക്കും ഇഷ്ടത്തിലായി. ഇവിടെയാണ് ബ്ലൂ ബീറ്റിൽ എന്ന സിനിമ അവസാനിക്കുന്നത്.